നമസ്കാരം. പലതും പറയാം ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ഒരു പഴയ മലയാള ചലച്ചിത്ര ഗാനത്തിൻ്റെ ആസ്വാദനമാണ് ചെയ്യാൻ പോകുന്നത്. രചന ആസ്പദമാക്കിയിട്ടുള്ള ആസ്വാദനം. പദങ്ങളുടെ അർത്ഥവും ഞാൻ വിവരിക്കാം, തന്നെ അത് ഒന്ന് ആസ്വദിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ആ ആസ്വാദനത്തിൽ പങ്കുചേരാം. കൂവളത്തില കളമൊഴി, ഇങ്ങനെ രണ്ട് പദങ്ങൾ ആ പാട്ടിൽ ഉണ്ട്. ഈ പദങ്ങൾ വെച്ചുകൊണ്ട് ഏതായിരിക്കും ആ പാട്ട് എന്ന് വെറുതെ ഒരു തമാശയ്ക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതാ പാട്ടെന്ന് മനസ്സിലായോ? ഇനി നമുക്ക് പാട്ടിലേക്ക് കടക്കാം. 1968 ഇറങ്ങിയ തോക്കുകൾ കഥ പറയുന്നു, ഈ സിനിമയിലേതാണ് ഈ ഗാനം. വയലാർ രചിച്ച് ദേവരാജൻ സംഗീതം കൊടുത്ത് പി ജയചന്ദ്രൻ പാടിയ ഒരു മനോഹരമായ ഗാനമാണ് ഇത്. ഈ സിനിമയും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, ഈ ഗാനരംഗവും കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് തരാൻ പറ്റില്ല. ആരെങ്കിലും കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ആലോചിച്ച് മനസ്സിലാക്കുക. പക്ഷേ ഇപ്പം അതിനെ ബേസ് ചെയ്തിട്ടല്ലാണ്ട് വെറും ആ ഒരു രചനയെ ബേസ് ചെയ്തിട്ട് നമുക്കതൊന്ന് ആസ്വദിക്കാം. അപ്പോൾ ഈ ഗാനത്തിൻ്റെ രംഗം കാമുകൻ കാമുകിയെ നോക്കി പാടുന്നതായിട്ടാണ് ഞാൻ സങ്കല്പിക്കുന്നത്. അതിന് പാട്ടിലേക്ക് വരണ്ടേ? പൂവും പ്രസാദവും ഇളനീർക്കുടവുമായി കാവിൽ തൊഴുതു വരുന്നവളെ. പാട്ട് പിടികിട്ടിയില്ലേ? താമരവളയ കൈവിരലാലൊരു കൂവളത്തിലെ എന്നെ ചൂടിക്കൂ. ക്ഷേത്ര ദർശനത്തിന് പോയ കാമുകിയെ കാത്ത് കാമുകൻ വഴിയിൽ നിൽക്കുന്നു. ഇതെല്ലാം എൻ്റെ സങ്കല്പങ്ങളാണ് കേട്ടോ. കാമുകൻ വഴിയിൽ നിൽക്കുന്നു. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കാമുകി വഴിയിലൂടെ നടന്നു വരുന്നു. അപ്പോൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്താ നിർബന്ധമായിട്ടും പൂവും പ്രസാദവും കിട്ടും അല്ലേ? പൂജാരി പൂജിച്ച പൂവും പ്രസാദവും കിട്ടും, അതും കയ്യിലുണ്ട്. പിന്നെ ഇളനീർക്കുടം എന്ന് പറഞ്ഞാൽ ഈ ഇളനീര് നേദിച്ചു കഴിഞ്ഞാൽ ആ ഇളനീരിൻ്റെ ബാക്കി ഭക്തയ്ക്ക് കയ്യിൽ കൊടുക്കും. അപ്പോൾ അതും ഒരു കയ്യിലുണ്ട്, ഇളനീർക്കുടം. ഒരു ടിപ്പിക്കൽ അമ്പലത്തിലത്തെ ദർശനം കഴിഞ്ഞ് വരുന്ന ഒരു സ്ത്രീയുടെ രൂപമാണ് അതിൽ വിവരിച്ചിരിക്കുന്നത്. ഇനി അടുത്തതാണ് ഒന്നുകൂടി സുന്ദരമായിട്ടുള്ള പദപ്രയോഗം. താമരവളയ കൈവിരലാലൊരു. താമരവളയെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ താമരയുടെ തണ്ട് വളരെ മൃദുവായി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണത്. അപ്പോൾ അതിൻ്റെ തണ്ട്, ആ താമരയുടെ തണ്ട് പോലെ മൃദുലമായ കൈവിരലോട് കൂടിയവളായിട്ടാണ് കാമുകൻ കാമുകിയെ സങ്കല്പിക്കുന്നത്. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ആ കൈവിരലുണ്ട്. എന്ത് ചെയ്യണമെന്നാണ് കാമുകൻ അഭ്യർത്ഥിക്കുന്നത്? ഇതിലിപ്പോൾ കാമുകൻ കാമുകിയോട് നടത്തുന്നത് ഒരു അപേക്ഷയും 2 ചോദ്യങ്ങളുമാണ്. അതിൽ ഈ അപേക്ഷയാണ് ഇത്. എന്ത്? കൈവിരലുകളാൽ കൂവളത്തില ഒന്ന് ചൂടിക്കൂ. കൂവളത്തില എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ പരമശിവനെ പൂജിക്കാൻ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൂവളം എന്ന് പറഞ്ഞൊരു ചെടി. കൂവളത്തിൻ്റെ ഇല വെച്ചിട്ടാണ് ശിവഭഗവാനെ നമ്മൾ പൂജിക്കുന്നത്. അപ്പോൾ ഈ പൂവും പ്രസാദത്തിൻ്റെ കൂട്ടത്തിൽ ഈ കൂവളത്തില കൂടി കാമുകി കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ കാമുകൻ്റെ റിക്വസ്റ്റ് എന്താണ്? ആ മൃദുലമായ കൈവിരലുകളെ കൊണ്ട് എന്നെ ആ കൂവളത്തില കൂടി ഒന്ന് ചൂടിക്കും. ഇതാണ് ആ കവിതയിൽ പറയുന്നത്. ഇനി ഇതിൽ വേറൊരു വ്യാഖ്യാനം കൊടുക്കാൻ ആദ്യത്തെ നമ്മൾ സിമ്പിളായിട്ടുള്ള വ്യാഖ്യാനം, കാമുകിയോട് കൂവളത്തില ചൂടിക്കാൻ അഭ്യർത്ഥിക്കുന്നു. അതിൻ്റെ നമുക്ക് വേറൊരു വശം നോക്കി. ഈ കൂവളത്തിലയുടെ പ്രത്യേകത എന്താണ്? കൂവളത്തില ശിവനെ ആരാധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇലകളിലാണ്. 3 ഇല ചേർന്നിട്ടുള്ള ഇതാണ് ആരാധിക്കാൻ ഉപയോഗിക്കുക. അപ്പോൾ ഈ കൂവളത്തിലയുടെ വേറൊരു സിംബോളിക് ഇതുണ്ട്. അലൗകികതയുടെ പ്രതീകമാണ് കൂവളത്തില. അതായത് സ്പിരിച്വാലിറ്റിയുടെ ഒരു സിംബൾ കൂടിയാണ് കൂവളത്തില. അപ്പോൾ ഒരു സൈഡിൽ ഈ താമരവളയം പോലുള്ള വിരലുകളെന്ന് സൂചിപ്പിക്കുമ്പോൾ തികച്ചും ലൗകികമായ, തികച്ചും വേൾഡ്ലി ആയിട്ടുള്ള കൺസെപ്റ്റിൻ്റെ ഒപ്പം തന്നെ അലൗകികമായ
സ്പിരിച്വലായിട്ടുള്ള കൺസെപ്റ്റ് കോളത്തിലാണ്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് പറയുന്നത്. ഒരേ സമയം വേൾഡിലെയും ഒരേ സമയം സ്പിരിച്വലായിട്ടുള്ള വരിയാണ് ഇത്. കവി ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ഒരു ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ഒരു സഫലമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ചേർന്നിട്ടുള്ളതാണ്. ലൗകികതയും വേണം, അലൗകികതയും വേണം. ഒന്നും ഒറ്റയ്ക്കായാൽ ശരിയാവില്ല. ആ ഒരു നല്ലൊരു ജീവിതം നീ എനിക്ക് തരണം, അല്ലെങ്കിൽ നല്ലൊരു ജീവിതം നമുക്ക് ഉണ്ടാവട്ടെ എന്നുള്ളൊരു ആശ കൂടിയായിരിക്കാം വരികളിലൂടെ കവി പറയുന്നത്. അർദ്ധനാരീശ്വര പ്രതിമ തൻ മുന്നിൽ അഞ്ജലി കൂപ്പി നീ നിൽക്കുമ്പോൾ മനസ്സ് തുടിച്ചത് ഭക്തി കൊണ്ടോ ഒരു മധുരിക്കും ഓർമ്മ കൊണ്ടോ പറയൂ കളമൊഴി നീ. ഒരു ചോദ്യമാണ്. എന്താണ്? അർദ്ധനാരീശ്വര പ്രതിമ തൻ മുന്നിൽ, ശിവന്റെ ചില ക്ഷേത്രങ്ങളിലുള്ള പ്രതിഷ്ഠ അർദ്ധനാരീശ്വര രൂപമായിരിക്കും. ശിവപാർവതിമാരുടെ സംയോജിത രൂപം. അത് വളരെ ബ്യൂട്ടിഫുൾ കൺസെപ്റ്റാണ്. അതായത് ശിവനും പാർവതിയും ചേർന്നുള്ള രൂപം. അത് എന്താ പറയേണ്ടത്, ഈ ആധ്യാത്മിക തലങ്ങളിൽ പുരുഷനും സ്ത്രീയും വ്യത്യാസമില്ല, തുല്യതയെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ സിമ്പൽ, അർദ്ധനാരീശ്വര രൂപം എന്ന് പറയുമ്പോൾ. അതെല്ലാം വളരെ വേൾഡ്ലി ലെവലിൽ ഈ പുരുഷനും സ്ത്രീയും നമ്മൾ വ്യത്യാസമുള്ള, ആധ്യാത്മിക തലത്തിൽ അങ്ങനെ ഒരു വേർതിരിവില്ല. ഒരു മനുഷ്യജീവി എന്നുള്ള ഒരു കൺസെപ്റ്റുള്ളത്, അതായത് ഒരു ഈക്വാലിറ്റി പ്രിൻസിപ്പിളാണ് അതിൽ വരുന്നത് അർദ്ധനാരീശ്വര രൂപം. സ്ത്രീ പുരുഷ ഏകത്വം അങ്ങനെയും പറയും. പിന്നെ അതിൽ കളമൊഴി എന്ന് പറഞ്ഞാൽ എന്താണ്? മധുരമായി സംസാരിക്കുന്നവൾ കളമൊഴി. അപ്പോൾ കളമൊഴിയോട് പറയാണ് എന്ത്? അർദ്ധനാരീശ്വര പ്രതിമയ്ക്ക് മുന്നിൽ അഞ്ജലി കൂപ്പി കൈകൂപ്പി നിൽക്കുമ്പോൾ മനസ്സ് തുടിച്ചുകൊണ്ടിരുന്നത് ഭക്തി കൊണ്ടാണോ അതോ ഒരു മധുരിക്കുന്ന ഓർമ്മ കൊണ്ടാണോ? അതായത് ഈ കാമുകിയുടെ മേലെ ആരോപിക്കുന്നതും ആവാം, യാഥാർത്ഥ്യവും ആവാം, അറിയില്ല. ഈ പറഞ്ഞ നമ്മളെല്ലാവരും അമ്പലത്തിൽ പോയാൽ അല്ലെങ്കിൽ പള്ളിയിൽ പോയാൽ അല്ലെങ്കിൽ വേറെ പ്രാർത്ഥനാലയങ്ങളിൽ പോയാൽ മുഴുവനും 100% കോൺസെൻട്രേഷൻ ആയിക്കൊള്ളണമെന്നില്ല. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിൽ ഭക്തി ഉണ്ടാവും, വേറെ ചുറ്റുപാടുള്ള കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത്രയും ഏകാഗ്രമായി മനസ്സ് വയ്ക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു നാച്ചുറൽ രീതിയിൽ അത് പറഞ്ഞതാവാം. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിൻ്റെ മനസ്സിൽ ഭക്തിയായിരുന്നോ അതോ വേറെ ഏതെങ്കിലും മുമ്പ് നമ്മളൊരുമിച്ച് കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ചുള്ള മധുരമായ ഓർമ്മകളാണോ എന്ന് ചോദിച്ചതായിരിക്കാം. അല്ലെങ്കിൽ കാമുകി വാസ്തവത്തിൽ ഭക്തിയോടുകൂടി അവിടെ തൊഴുത് മടങ്ങിയത് തന്നെ ആയിരിക്കാം. പക്ഷേ കാമുകൻ്റെ മാനസിക വ്യാപാരങ്ങളിൽ ഒരു ഇതായിരിക്കും എന്ന് ഒരു ആരോപണമാണ് അവിടെ വരുന്നത്. അങ്ങനെയും വരാം, എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. മുറ്റത്തു മുട്ടുന്ന മുടിയഴിച്ചിട്ടു നീ ചുറ്റും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ചുണ്ടിലിരുന്നത് മന്ത്രങ്ങളോ സുന്ദര ശൃംഗാര ശ്ലോകങ്ങളോ പറയൂ കളമൊഴി നീ. രണ്ടാമത്തെ ചോദ്യമാണ് കാമുകൻ കാമുകിയോട്. എന്താണ്? മുറ്റത്തു മുട്ടുന്ന മുടിയഴിച്ചിട്ടു നീ. പഴയ കാലത്തെ ഒരു സ്ത്രീകളുടെ ഒരു സൗന്ദര്യ സങ്കല്പമാണ് ഏറ്റവും നീളം കൂടിയ മുടി. അതിൻ്റെ അതിശയോക്തി കലർന്നതാണെന്ന് പറയുന്നില്ല, ചിലർക്ക് അങ്ങനെ ഉണ്ടാവാം. അതായത് മുറ്റത്ത് ഇങ്ങനെ നീളം കൂടി മുറ്റം വരെ മുട്ടുക. അതൊരു പഴയ ഒരു സൗന്ദര്യ സങ്കല്പം തന്നെയാണ്. അപ്പോൾ അതാണ് ഇവിടെ ആ വാക്കുകളാണ്, ആ സങ്കല്പമാണ് ഇവിടെ ഉപയോഗിച്ചത്. മുറ്റത്തു മുട്ടുന്ന മുടിയഴിച്ചിട്ടു നീ ചുറ്റും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ, അമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ. എന്താണ് ചോദ്യം? ചുണ്ടിലിരുന്നത്. ചുണ്ടിൽ എന്തായിരുന്നു? സാധാരണ നമ്മൾ മന്ത്രങ്ങളല്ലേ പ്രാർത്ഥിക്കുമ്പോൾ ചുണ്ടിൽ ഭഗവാന്റെ മന്ത്രങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ ചോദിക്കുന്നത് ചുണ്ടിലിരിക്കുന്നത് മന്ത്രങ്ങളാണോ അതോ സുന്ദര ശൃംഗാര ശ്ലോകങ്ങളാണോ എന്ന്. ഇവിടെയും ഈ പറഞ്ഞ രണ്ട് രീതിയിൽ അത് കണക്കാക്കാം. ഒന്ന്, ഈ ശൃംഗാര ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷര ശ്ലോകങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? മുമ്പൊക്കെ അങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു. അക്ഷരശ്ലോക സദസ്സ്. കുറേ പേര് ഇരുന്ന് ഒരു ശ്ലോകം ചൊല്ലും, അതിൻ്റെ ഏറ്റവും അവസാനത്തെ അക്ഷരം വെച്ച് അത് തുടങ്ങുന്ന വേറൊരു ശ്ലോകം, അതാണ് അക്ഷരശ്ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ആ അക്ഷരശ്ലോകത്തിന് ഉപയോഗിക്കുന്ന ശ്ലോകങ്ങളിൽ എല്ലാം ഭക്തി മാർഗത്തിലുള്ളതല്ല.
പലതും സംസ്കൃതത്തിലാവും, പലതും മലയാളത്തിലാണെങ്കിലും ഒരു കാമോഫ്ലാഷ്ഡ് വേയിൽ അതൊരു ശൃംഗാര ശ്ലോകങ്ങളും കൂടി പലതും അതിൽ ഉപയോഗിക്കാറുണ്ട്. ഒറ്റ കേൾവിയിൽ നമുക്ക് അത് മനസ്സിലാവില്ല എന്ന് മാത്രം. അപ്പോൾ ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ കവി ഇങ്ങനെ എഴുതിയതിൽ കൂടി ഉദ്ദേശിക്കുന്നതാണ് കാമുകൻ്റെ ഉള്ളിലിരിപ്പാണ്. എന്ത് ഈ പ്രദക്ഷിണം വയ്ക്കണ നേരത്ത് മന്ത്രങ്ങൾ തന്നെയാണോ അതോ ഈ പറയുന്ന ശൃംഗാര ശ്ലോകങ്ങൾ, അതായത് എന്താ പറയുക, ശൃംഗാര കാര്യങ്ങളാണോ മനസ്സിൽ വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇത് കാമുകിയെക്കുറിച്ചുള്ളൊരു എന്താ പറയണ്ടേ, ഒരു ആരോപണമായിരിക്കാം. അല്ലെങ്കിൽ ആക്ച്വലി അങ്ങനെ ആവണമെന്നില്ല. ആക്ച്വലി അങ്ങനെ ആവാനും വിരോധമില്ല. നമ്മൾ മുമ്പ് പറഞ്ഞ മാതിരി എല്ലാവരും 100% ഭക്തിയോട് കൂടിയിട്ടല്ല ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ പോകുന്നത്. അതിൽ ഭക്തിക്ക് പുറമെ വേറെ പലതിൻ്റെയും അംശങ്ങളും കൂടി ഉണ്ടാവാം. രണ്ട് തരത്തിൽ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം. ഏതായാലും നമുക്ക് നല്ല രീതിയിൽ വ്യാഖ്യാനിക്കാം. കാമുകൻ്റെ മനസ്സിലുള്ള ആ ഒരു കാര്യങ്ങൾ കാമുകിയിൽ ആരോപിക്കാൻ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും ഇത് എൻജോയ് ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ അർത്ഥങ്ങളും കൂടി ആലോചിച്ചുകൊണ്ട് ഒറിജിനൽ പാട്ട് യൂട്യൂബിൽ നിന്ന് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കേട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു ആസ്വാദനത്തിൻ്റെ വേറൊരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അതുമാതിരി കൂട്ടുകാർക്കോ അല്ലെങ്കിൽ ലൈക്ക് മൈൻഡഡ് ആളുകൾക്കോ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണം. എൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള ഒരു വ്യാഖ്യാനവും ആസ്വാദനവും മാത്രമാണ്. ഇതിൽ തെറ്റുകുറ്റങ്ങളുണ്ടായിരിക്കാം, അതേമാതിരി അഡീഷണലായിട്ട് എന്തെങ്കിലും പറയാനുള്ളതായിരിക്കാം. വ്യാഖ്യാനം അങ്ങനെയല്ല ഇങ്ങനെയാണ് നിങ്ങളിൽ പലർക്കും പലതും തോന്നുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതെല്ലാം ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് റെക്കോർഡ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. എനിക്ക് എൻ്റെ ഫ്യൂച്ചറിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിന് ആ തെറ്റുകളെല്ലാം തീർത്തിട്ട് എനിക്ക് കൂടുതൽ നന്നായി പരിപാടി അവതരിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതിലത്തെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഇടണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.